നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HSCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സംഭവം മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വീണ്ടും തിരിച്ചടിയാകുമോ എന്ന് ആശങ്ക. കഴിഞ്ഞ ദിവസം ആക്രമണത്തിനിരയായത് തിരുവനന്തപുരം വർക്കലയിൽ നിന്നെത്തിയ സംഘം. അതിക്രമത്തിൽ കലാശിച്ചത് റോഡിൽ ബസ് നിർത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം. കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയം തുച്ഛമായ വാടകയ്ക്ക് ഫെസ്റ്റിനായി വിട്ടുനൽകിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്ത സാഹചര്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് LDF കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി. പ്രദർശനത്തിനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൗൺസിലിന്റെ അനുമതിയില്ലാതെ ഫെസ്റ്റിന് സ്റ്റേഡിയം വിട്ടുനൽകിയെന്ന LDF ആരോപണം ശരിവെക്കുന്നതാണ് വിജിലൻസ് അന്വേഷണ ശുപാർശയെന്നും നേതാക്കൾ. അതേസമയം ഫെസ്റ്റിന് ഗ്രൗണ്ട് അനുവദിച്ചത് ക്രമവിരുദ്ധമായിട്ടാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി. കാമാക്ഷിയിൽ ലോറിയിൽ തടി കയറ്റുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ യുവാവ് മരിച്ചത് തങ്കമണി തമ്പുരാൻകുന്ന് സ്വദേശി കോശിക്കുഴിയിൽ ഷൈജു. മറയൂരിൽ ട്രാവലർ മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത് വിനോദസഞ്ചാരികളായ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം. മുണ്ടക്കയം ഇടച്ചൂറ്റിയിൽ ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സംഭവം മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വീണ്ടും തിരിച്ചടിയാകുമോ എന്ന് ആശങ്ക. തിരുവനന്തപുരം വർക്കലയിൽ നിന്നെത്തിയ സംഘമാണ് കഴിഞ്ഞ ദിവസം ആക്രമണത്തിനിരയായത്. റോഡിൽ ബസ് നിർത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം അതിക്രമത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നാണ് വിവരം. മുമ്പും മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ അതിക്രമം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ അതിക്രമം നടന്നത്. അതിക്രമത്തിന്റെ വിവിധ ദൃശ്യങ്ങൾ വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്തു. ഇതോടെയാണ് സംഭവം മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുള്ളത്. മൂന്നാറിലേക്ക് ഏറ്റവുമധികം വിനോദസഞ്ചാരികൾ എത്തുന്ന കാലയളവാണ് മധ്യവേനൽ അവധിക്കാലം. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലമായിരുന്നതിനാൽ മധ്യവേനൽ അവധി ആരംഭിച്ച ഉടൻ ഇത്തവണ മൂന്നാറിൽ തിരക്ക് ആരംഭിച്ചിരുന്നില്ല. ഈ മാസം ആദ്യം മുതലാണ് മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയത്. സഞ്ചാരികളുടെ തിരക്ക് ഇനിയും ഏതാനും ദിവസങ്ങളിൽ കൂടി തുടർന്നേക്കുമെന്ന പ്രതീക്ഷയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുന്നോട്ട് പോകവെയാണ് ടോപ്പ് സ്റ്റേഷനിലെത്തിയ സഞ്ചാരികൾക്ക് നേരെ അതിക്രമം നടന്നതിന്റെ ദൃശ്യം നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. റോഡിൽ ബസ് നിർത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം അതിക്രമത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നാണ് വിവരം. മുമ്പും മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ അതിക്രമം ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ അന്ന് വലിയ തോതിൽ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് സഞ്ചാരികളുടെ വരവിൽ കുറവ് വന്ന കാരണങ്ങളിലൊന്നായി അക്കാലയളവിൽ ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുണ്ട്. കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയം തുച്ഛമായ വാടകയ്ക്ക് ഫെസ്റ്റിനായി വിട്ടുനൽകിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്ത സാഹചര്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് LDF കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി. പ്രദർശനത്തിനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൗൺസിലിന്റെ അനുമതിയില്ലാതെ ഫെസ്റ്റിന് സ്റ്റേഡിയം വിട്ടുനൽകിയെന്ന LDF ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് അടിയന്തര കൗൺസിൽ യോഗം വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തതെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടിയന്തര കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാരെ തെറ്റിദ്ധരിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങളിൽ ചെയർപേഴ്സൺ വ്യക്തമായ മറുപടി നൽകാതെയാണ് അജണ്ട അവസാനിപ്പിച്ചത്. കുറ്റക്കാരായ ജീവനക്കാരെ ഭരണസമിതി സംരക്ഷിക്കുകയാണെന്ന സംശയം ഇതിലൂടെ ശക്തമാകുന്നതായും നേതാക്കൾ പറഞ്ഞു. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ നടത്തിയ ഫെസ്റ്റിന് ദിനം പ്രതി 1 ലക്ഷം രൂപ ആണ് മുനിസിപ്പാലിറ്റിക്ക് വരുമാനമായി ലഭിച്ചിരുന്നതെങ്കിൽ അതിൽ നിന്ന് ഭിന്നമായി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ എക്സിബിഷൻ നടത്തണമെന്ന് അജണ്ട വെക്കുകയും പിന്നീട് അത് ഫെസ്റ്റായി മാറ്റുകയും ചെയ്ത് ഇപ്പോൾ അവരിൽ നിന്നും 1 ലക്ഷം രൂപ സെക്യൂരിറ്റിയും
2.5 ലക്ഷം രൂപ ഫീസ് ഇനത്തിലും വാങ്ങി നടത്തുന്ന ഈ ഫെസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടും അഴിമതിയുമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ നോട്ടീസ് കൊടുത്ത് യോഗം വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് തീരുമാനിക്കേണ്ടതായ സാഹചര്യം നഗരസഭയിൽ രൂപം കൊണ്ടു. അതിന്റെയും കൂടി അടിസ്ഥാനത്തിൽ ഈ വ്യാപകമായ ക്രമക്കേടിന് നേതൃത്വം കൊടുത്ത നഗരസഭയുടെ ചെയർമാൻ ശ്രീ ജോയി വെട്ടിക്കുഴി രാജിവെച്ച് വിജിലൻസ് അന്വേഷണം നടത്തി ഇക്കാര്യത്തിലെ കൃത്യമായ അഴിമതികൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടത്. ഈ കാലയളവിൽ ഒന്നിലധികം അപേക്ഷകൾ ഫെസ്റ്റ് നടത്താനുണ്ടായിട്ടും ഒരു വ്യക്തിക്കായി ഇതിന് അനുവാദം കൊടുത്തുകൊണ്ട് വളരെ കരുതിക്കൂട്ടി നഗരസഭാ സെക്രട്ടറി അടക്കം പങ്കാളിയായിക്കൊണ്ടാണ് ഈ അഴിമതി നടന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വിജിലൻസ് അന്വേഷണം അടിയന്തരമായി ആവശ്യപ്പെടുകയാണ്. മുൻവർഷങ്ങളിൽ പ്രതിദിനം 1 ലക്ഷം രൂപ വരെ വാടക ഈടാക്കിയിരുന്ന സ്റ്റേഡിയം ഇത്തവണ 7,000 രൂപ നിരക്കിലാണ് വിട്ടു നൽകിയതെന്ന് LDF ചൂണ്ടിക്കാട്ടി. ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ചേർന്ന് നഗരസഭയ്ക്ക് ലക്ഷങ്ങളുടെ വരുമാന നഷ്ടം ഉണ്ടാക്കിയെന്നും കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ഇവർ ആരോപിച്ചു. സ്റ്റേഡിയത്തിനായി നിരവധി അപേക്ഷകൾ ലഭിച്ചിരുന്നെങ്കിലും 2 എണ്ണം മാത്രമാണ് പരിഗണിച്ചതെന്നും സ്റ്റിയറിംഗ് കമ്മിറ്റി ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു. പ്രതിപക്ഷ അംഗങ്ങൾ നോട്ടീസ് കൊടുത്തൊരു യോഗം ചേരുകയും ആ നോട്ടീസ് കൊടുത്ത് ചേർന്ന യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലംഗങ്ങൾ ഇതിനകത്ത് വലിയ അഴിമതി ഉണ്ടെന്ന് ഉന്നയിക്കുകയും ആ വാദം നഗരസഭ കൗൺസിൽ ശരിവെക്കുകയും ആ വാദം കൗൺസിൽ ശരിവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് ഈ പരാതിയിൽ വസ്തുതയുണ്ടെന്ന് ആ നഗരസഭ കൗൺസിൽ കണ്ടെത്തി. ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അങ്ങനെ വിജിലൻസ് അന്വേഷണത്തിന് നഗരസഭ കൗൺസിൽ കണ്ടെത്തുകയും വസ്തുതയുണ്ടെന്ന് കണ്ടെത്തുകയും വിജിലൻസ് ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണത്തിന് നഗരസഭ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നഗരസഭ ചെയർമാൻ ശ്രീ ജോയി വെട്ടിക്കുഴി രാജിവെക്കേണ്ടതാണ്. രാഷ്ട്രീയ നൈതികത ഉണ്ടെങ്കിൽ അദ്ദേഹം ഉടൻ രാജിവെക്കണം. ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് കേസ്മാർട്ട് വഴി നൽകിയ അപേക്ഷകൾ മറച്ചുവെച്ചതായും കൗൺസിലർമാരിൽ നിന്ന് വിവരങ്ങൾ ഒളിച്ചുവെച്ചതായും ആരോപിച്ച LDF നഗരസഭയ്ക്ക് നഷ്ടമായ തുക ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കണമെന്നും ആവശ്യപ്പെട്ടു. ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുണ്ട്. വാർത്താസമ്മേളനത്തിൽ VR സച്ചി, മാത്യു ജോർജ്, അഡ്വക്കേറ്റ് മനോജ് തോമസ്, CS അജേഷ്, KP സുമോദ്, ഷാജി കുത്തോടിയിൽ, ജയമോൻ പുത്തൻപുരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭാ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫെസ്റ്റിന് ഗ്രൗണ്ട് അനുവദിച്ചത് ക്രമവിരുദ്ധമായിട്ടാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി. അന്വേഷണത്തിന് ഒരുമിച്ച് തീരുമാനമെടുത്തതിനു ശേഷം വിമർശനങ്ങൾ ഉയർത്തുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാർച്ച് ആദ്യം ലഭിച്ച 3 അപേക്ഷകൾ കൗൺസിൽ യോഗങ്ങളിലും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും അവതരിപ്പിച്ച ശേഷം ഏപ്രിൽ 22 കൂടിയ കൗൺസിൽ യോഗത്തിൽ ഏകകണ്ഠമായി തീരുമാനിച്ചാണ് 7,000 രൂപ ദിവസവാടകയും GSTയും 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റും പ്രവേശന ടിക്കറ്റിൽ 10% വിനോദ നികുതിയും എന്ന വ്യവസ്ഥയിൽ മൈതാനം വിട്ടു നൽകിയത്. 35 ദിവസത്തേക്ക് വാടകയും GSTയും ഡിപ്പോസിറ്റും ഉൾപ്പെടെ 4 ലക്ഷം രൂപ അടച്ച് ഏപ്രിൽ 25 കരാറിലെത്തി. ഫെസ്റ്റ് എന്ന പേരിൽ പബ്ലിസിറ്റി നടത്തി. തുടർന്ന് മെയ് 8 ഭരണ പ്രതിപക്ഷാംഗങ്ങൾ സംയുക്തമായാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. 3 ദിവസത്തിനു ശേഷം ഫെസ്റ്റ് എന്ന പേര് ഉപയോഗിച്ചതിനെ ചൊല്ലിയും വരുമാന നഷ്ടമുണ്ടായെന്നാരോപിച്ചും ഗ്രൗണ്ടിനു വേണ്ടി ലഭിച്ച അപേക്ഷകൾ നിരസിച്ചു എന്നിങ്ങനെ വിവാദങ്ങളുമായി പ്രതിപക്ഷാംഗങ്ങൾ അടിയന്തര കൗൺസിൽ യോഗത്തിന് നോട്ടീസ് നൽകി. യോഗത്തിൽ ഫെസ്റ്റ് എന്ന പേര് കാലാകാലങ്ങളിൽ കട്ടപ്പനയിലെ വിനോദമേളകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ നഗരസഭയ്ക്ക് പങ്കൊന്നുമില്ലെന്നും ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. 2019 ഫെസ്റ്റിന് മുനിസിപ്പാലിറ്റിക്ക് ലഭിച്ചത് 5.5 ലക്ഷം രൂപയാണ്. 2023 ഫെസ്റ്റിന് മുനിസിപ്പാലിറ്റിക്ക് ലഭിച്ചത് 6 ലക്ഷം രൂപയാണ്. 2024 ഫെസ്റ്റിന് മുനിസിപ്പാലിറ്റിക്ക് ലഭിച്ചത് 8 ലക്ഷം രൂപയാണ്. ഈ വർഷം ഇപ്പോൾ ഈ 2026 നടക്കുന്ന ഫെസ്റ്റിന് 4 ലക്ഷം രൂപ ഇപ്പോൾ തന്നെ അവർ അഡ്വാൻസായി അടച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപ ഇപ്പോൾ നികുതി ഇനത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്കൊരു 2 ലക്ഷം രൂപയും കൂടി നികുതി ഇനത്തിൽ നമുക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഫെസ്റ്റിലും മുനിസിപ്പാലിറ്റിക്ക് 8 ലക്ഷം രൂപ നമുക്ക് ലഭിക്കുമെങ്കിൽ എവിടെയാണ് മുനിസിപ്പാലിറ്റിക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായിരിക്കുന്നത്? 2024 ടണൽ എക്സ്പോ എന്ന പേരിൽ കടൽവെള്ളത്തിൽ മത്സ്യപ്രദർശന പരിപാടിക്ക് 2 ഏജൻസികൾ ഒരേ സമയത്ത് ഗ്രൗണ്ടിനായി മത്സരിച്ച് കൊട്ടേഷൻ സമർപ്പിച്ചപ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് ഗ്രൗണ്ട് വിട്ടു നൽകുകയുണ്ടായി. അവരുടെ പരിപാടി പരാജയപ്പെട്ട് വലിയ ബാധ്യതയിലാണ് അവസാനിച്ചത്. ടണൽ എക്സ്പോയും ഫെസ്റ്റും തമ്മിൽ താരതമ്യപ്പെടുത്തുവാൻ കഴിയില്ല. മുൻവർഷത്തെ വരുമാനത്തിനൊപ്പം തന്നെ ഈ കൊല്ലവും ഫെസ്റ്റ് വരുമാനമുണ്ടാകും.
ആദ്യം അപേക്ഷ സമർപ്പിച്ച ഒരാൾക്ക് ഗ്രൗണ്ട് നൽകുവാൻ തീരുമാനിച്ച ശേഷം അതേ കാലയളവിൽ മറ്റൊരാൾക്ക് ഈ ഗ്രൗണ്ട് അനുവദിക്കുവാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് അവസാനം ലഭിച്ച അപേക്ഷകൾ പരിഗണിക്കാൻ കഴിയാഞ്ഞത്. ഫെസ്റ്റിന് വേണ്ടി ഗ്രൗണ്ട് അനുവദിച്ചതിൽ നഗരസഭയ്ക്ക് യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. സമയം കഴിഞ്ഞ് നമുക്ക് ലഭിച്ച അപേക്ഷകൾ അത് പരിഗണിക്കാനായിട്ട് നമുക്ക് കഴിയുമായിരുന്നില്ല. അതാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും പ്രതിപക്ഷം അടിയന്തര കൗൺസിൽ വിളിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ആ കൗൺസിൽ യോഗത്തിൽ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു എങ്കിലും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ ബോധ്യപ്പെടുന്നതിന് ഒരന്വേഷണത്തെ എതിർക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ നിലപാട്. അതുകൊണ്ട് അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ട് അനുവദിച്ചതിൽ ക്രമക്കേട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അപേക്ഷിക്കുന്നതിന് ഏകകണ്ഠമായി തീരുമാനിച്ചാണ് യോഗം അവസാനിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിന് വേണ്ടി തീരുമാനമെടുത്തതോടുകൂടി വാസ്തവത്തിൽ ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് പിന്നെ വിവാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. പിന്നീട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വിവാദങ്ങളാണ്. മൈതാനം അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നുമായിരുന്നു പ്രതിപക്ഷ ആവശ്യം. മൈതാനം അനുവദിച്ച കാര്യത്തിലുള്ള വസ്തുതകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതായതിനാൽ അന്വേഷണത്തെ എതിർക്കേണ്ടതില്ല എന്നായിരുന്നു നഗരസഭയുടെ നിലപാട്. അന്വേഷണത്തിന് ഒരുമിച്ച് തീരുമാനമെടുത്തതിനു ശേഷം വിമർശനങ്ങൾ ഉയർത്തുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ജോയ് വെട്ടിക്കുഴി പറഞ്ഞു. കാമാക്ഷിയിൽ ലോറിയിൽ തടി കയറ്റുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് യുവാവ് മരിച്ചു. തങ്കമണി തമ്പുരാൻകുന്ന് സ്വദേശി കോശിക്കുഴിയിൽ ഷൈജുവാണ് മരിച്ചത്. ടിംബർ വർക്കേഴ്സ് യൂണിയൻ തൊഴിലാളിയായ തങ്കമണി തമ്പുരാൻകുന്ന് സ്വദേശി കോശിക്കുഴിയിൽ ഷൈജുവാണ് ലോറിയിൽ തടി കയറ്റുന്നതിനിടയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. കാമാക്ഷി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ലോറിയിൽ തടി കയറ്റുന്നതിനിടയിൽ ഷൈജുവിന് ഷോക്കേൽക്കുകയായിരുന്നു. ലോറിയുടെ മുകളിൽ നിന്ന് തടി ലോഡ് ചെയ്യുന്നതിനിടയിൽ അബദ്ധത്തിൽ വൈദ്യുതി ലൈനിൽ സ്പർശിച്ചതാണ് അപകട കാരണം. വൈദ്യുതാഘാതമേറ്റ ഷൈജുവിനെ തങ്കമണി സഹകരണ ആശുപത്രിയിലും തുടർന്ന് കട്ടപ്പനയിലെ സഹകരണ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. റോണിയാണ് ഭാര്യ. ജുവൽ, എഡ്വിൻ, മിലൻ എന്നിവരാണ് മക്കൾ. ഷൈജുവിന്റെ സംസ്കാരം ശനിയാഴ്ച കാമാക്ഷി ഇന്ത്യ പെന്തക്കോസ്ത് സഭാ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. മറയൂരിൽ ട്രാവലർ മറിഞ്ഞ് അപകടം. വിനോദസഞ്ചാരികളായ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാന്തല്ലൂർ ആനക്കോട്ടപ്പാറയ്ക്ക് സമീപമാണ് അപകടം നടന്നത്. മറയൂർ കാന്തല്ലൂർ റോഡിലാണ് ട്രാവലർ മറിഞ്ഞ് അപകടമുണ്ടായത്. തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ചെന്നൈ നുങ്കമ്പാക്കം സ്വദേശികളായ 5 പേർക്ക് പരിക്കേറ്റു. മറയൂർ കാന്തല്ലൂർ മേഖലയിലേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തിയ 13 അംഗ സംഘത്തിൽപ്പെട്ട 5 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറയൂർ കാന്തല്ലൂർ റോഡിൽ ആനക്കോട്ടപ്പാറ വളവിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട ട്രാവലർ മറിഞ്ഞത്. ഇറക്കവും വളവും നിറഞ്ഞ ഭാഗമാണിവിടം. വാഹനം ഒരു മരത്തിൽ തങ്ങി നിന്നതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. കഴിഞ്ഞ ദിവസമായിരുന്നു സംഘം മറയൂരിൽ വിനോദസഞ്ചാരത്തിനെത്തിയത്. തിരികെ മടങ്ങും വഴിയാണ് അപകടമുണ്ടായത്. മുണ്ടക്കയം ഇടച്ചോറ്റിയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ കാർ യാത്രികനായ പുതുപ്പറമ്പിൽ രാജുവിന് ഗുരുതര പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. മുണ്ടക്കയത്ത് നിന്ന് കോട്ടയത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും കാഞ്ഞിരപ്പള്ളി ഭാഗത്തു നിന്ന് ചോറ്റിയിലേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ മുണ്ടക്കയം ചോറ്റി സ്വദേശി രാജുവിന് ഗുരുതര പരിക്കേറ്റു. രാജുവിനെ കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. റോഡിൽ നിയന്ത്രണം നഷ്ടമായ കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് വിവരം. സംഭവ സമയം ഓടിക്കൂടിയ നാട്ടുകാർ കാർ വെട്ടിപ്പൊളിച്ചാണ് രാജുവിനെ പുറത്തെടുത്തത്. അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. മറയൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച 3 പേർ പിടിയിലായി. മറയൂർ ബാബുനഗർ സ്വദേശികളായ സന്തോഷ് കുമാർ, ഹരികുമാർ, മുത്തുകുമാർ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ 20-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. മറയൂരിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും യൂണിഫോം വലിച്ചുകീറുകയും ചെയ്ത സംഭവത്തിലാണ് 3 പേരെ മറയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാബുനഗർ സ്വദേശികളായ സന്തോഷ് കുമാർ, ഹരികുമാർ, മുത്തുകുമാർ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ 20-ാം തീയതി ഉച്ചയ്ക്കായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. തൊടുപുഴയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളുടെ കാറും ബാബുനഗർ സ്വദേശിയായ സന്തോഷ് കുമാറിന്റെ പിക്കപ്പ് ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചിരുന്നു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുമായി സ്ഥലത്തെത്തിയ മറയൂർ സബ് ഇൻസ്പെക്ടർ KG അനീഷ് കുമാറിന് നേരെയാണ് പ്രതികൾ അക്രമം അഴിച്ചുവിട്ടത്. പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത പ്രതികൾ അദ്ദേഹത്തിന്റെ യൂണിഫോം വലിച്ചുകീറുകയും ചെയ്തു. സംഭവശേഷം ഒളിവിൽ പോയിരുന്ന 1-ാം പ്രതി സന്തോഷ് കുമാറിനെയാണ് ഇന്ന് മറയൂർ പോലീസ് പിടികൂടിയത്.
മറ്റു പ്രതികളായ ഹരികുമാർ, മുത്തുകുമാർ എന്നിവരെ സംഭവ ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ അബ്ദുൾ അസീസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാജഹാൻ വി.വൈ, ഷാജി എം.എസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിപിൻ പ്രകാശ്, ബേസിൽ ജോർജ്, സജുസൺ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പുതിയ UDF സർക്കാർ അധികാരമേറ്റ സാഹചര്യത്തിൽ ദേശീയപാത 85ന്റെ ഭാഗമായ നീരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യവുമായി ദേശീയപാത സംരക്ഷണ സമിതി രംഗത്ത്. വനമേഖലയിൽ റോഡിന്റെ റിട്ടാറിംഗ് നടത്തിയെങ്കിലും വീതി വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ നീരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുമെന്ന പ്രഖ്യാപനം മുമ്പ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ദേശീയപാത 85ന്റെ ഭാഗമായ നീരിമംഗലം വനമേഖലയിൽ നവീകരണ ജോലികൾ തടസ്സപ്പെട്ടിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. ദേശീയപാതയുടെ മറ്റിടങ്ങളിൽ ജോലികൾ തകൃതിയായി നടക്കുമ്പോഴും നീരിമംഗലം വനമേഖലയിൽ തടസ്സപ്പെട്ട ജോലികൾ ഇനിയും പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. വനമേഖലയിൽ റോഡിന് വീതി വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കുന്നതിനുമായി കരാർ കമ്പനി പണികൾ ആരംഭിച്ചിരുന്നു. ഈ ഘട്ടത്തിലായിരുന്നു നിർമ്മാണ ജോലികൾ നിയമക്കുരുക്കിലേക്ക് പോയി തടസ്സപ്പെട്ടത്. നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പിന്നീടുണ്ടായ ജനകീയ പ്രതിഷേധങ്ങൾക്കടക്കം UDFന്റെ പിന്തുണ ലഭിച്ചിരുന്നു. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ നീരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുമെന്ന പ്രഖ്യാപനമടക്കം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പുതുതായി അധികാരമേറ്റ UDF സർക്കാർ നീരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യം ദേശീയപാത സംരക്ഷണ സമിതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. വളരെ ശാസ്ത്രീയമായി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നടപ്പിലാക്കാത്ത ഒരു ഗവൺമെന്റ് മാറി അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് വാഗ്ദാനം ചെയ്തൊരു ഗവൺമെന്റ് നിലവിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ശ്രീ V.D. സതീശൻ നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ നടത്തിയ പ്രതിപക്ഷ നേതാവായിരിക്കെ നടത്തിയ പ്രഖ്യാപനങ്ങൾ അത് നടപ്പിലാക്കണം. ഉടനടി ആ റോഡിൻ്റെ വർക്ക് ഉടനടി ആരംഭിക്കാനുള്ള ഉത്തരവ് കൊടുക്കണം. അതിന് വേറെ യാതൊന്നും ആവശ്യമില്ല. ചീഫ് സെക്രട്ടറി ഒരു ഉത്തരവിട്ടാൽ നടക്കാവുന്ന കാര്യം മാത്രമാണ്. കോടതിയുടെ അനുമതി പോലും ഉള്ളതാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അത് അനുവദിച്ചിട്ടുള്ളതാണ്. യാതൊരു തടസ്സങ്ങളും നിലവിലില്ല. അപ്പോൾ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ആദ്യമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് ഈ NH85ന്റെ നേര്യമംഗലം മുതൽ വളരെ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ നിരോധനം നീക്കുക എന്നുള്ളത്. അത് ഉടനടി ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. റോഡിൽ കുണ്ടും കുഴിയും നിറയുകയും ജനകീയ പ്രതിഷേധം ഉയരുകയും ചെയ്തതോടെ മാസങ്ങൾക്ക് മുമ്പ് നീരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് റീടാറിംഗ് ജോലികൾ നടത്തിയിരുന്നു. എന്നാൽ വീതി കൂട്ടിയുള്ള മറ്റു നിർമ്മാണ ജോലികൾക്ക് സാഹചര്യം ഒരുങ്ങിയിട്ടില്ല. മഴക്കാലങ്ങളിൽ പാതയോരത്തു നിന്നും മരങ്ങൾ കടപുഴകി റോഡിലേക്ക് പതിച്ചുള്ള ഗതാഗത തടസ്സം പതിവാണ്. നിലവിലെ സ്ഥിതി തുടർന്നാൽ ഈ മഴക്കാലത്തും സമാന സാഹചര്യമുണ്ടാകും. റീടാറിംഗ് നടത്തിയതുകൊണ്ട് മാത്രം വനമേഖലയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനോ അപകട സാധ്യത കുറയ്ക്കാനോ കഴിയില്ല. അതിനായി റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുകയും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കുകയും തന്നെ വേണം. കട്ടപ്പന മെർച്ചന്റ്സ് അസോസിയേഷൻ ദ്വൈവാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും 24 രാവിലെ 10:30 ടൗൺ ഹാളിൽ നടക്കും. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്യും. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PM ബേബി, അഡ്വക്കേറ്റ് MK തോമസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിജോ തടത്തിൽ, ജനറൽ സെക്രട്ടറി സാജു പട്ടരുമടം, യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് സിജോ മോൻജോസ്, വനിതാ വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി റോസമ്മ മൈക്കിൾ, യൂത്ത് വിംഗ് പ്രസിഡന്റ് അജിത് സുകുമാരൻ, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് മുംതാസ് ഇബ്രാഹിം എന്നിവർ സംസാരിക്കും. ഉച്ചകഴിഞ്ഞ് 2-ന് തിരഞ്ഞെടുപ്പും നടക്കും. 55ാമത് വാർഷിക പൊതുയോഗം 2026-28 കാലയളവിലെ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പും ഈ വരുന്ന ഞായറാഴ്ച, അതായത് 24-ാം തീയതി ഞായറാഴ്ച കട്ടപ്പന ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതിലേക്ക് എല്ലാ അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. പൊതുയോഗം കൃത്യസമയം 11 മണിക്ക് ആരംഭിക്കുന്നതാണ്. നമ്മുടെ സംഘടനയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ സാജൻ ജോർജ് അവർ ആ യോഗത്തിൽ അധ്യക്ഷബോധം അലങ്കരിക്കും. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സണ്ണി പയ്യമ്പള്ളി, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ PM ബേബി, അഡ്വക്കേറ്റ് MK തോമസ്, സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പോഷക സംഘടനയുടെ ഭാരവാഹികൾ എല്ലാവരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംഘടനയിൽ ഏതാണ്ട് 1500ഓളം അംഗങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ സംഘടനയിലുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സാജൻ ജോർജ്, PK ജോഷി, KP ബഷീർ, സിജോ മോൻജോസ്, ബൈജു വേമ്പേനി, രാജേന്ദ്രക്കുറുപ്പ്, PR അനിൽ, സണ്ണി ജെയിംസ്, അനിൽ ജോസ് എന്നിവർ പങ്കെടുത്തു. കട്ടപ്പനയുടെ സ്വപ്ന പദ്ധതിയായ തണലിടത്തിന്റെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. നഗരസഭാ വിഹിതമായ 15 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വകയിരുത്തിയത്. 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. കട്ടപ്പന നഗരത്തിനുള്ളിലെ ഏറ്റവും ശാന്തമായ പ്രദേശമാണ് പള്ളിക്കവല ടൗൺ ഹാൾ ഇടുക്കിക്കവല ബൈപ്പാസ് റോഡ്.
ചുട്ടുപൊള്ളുന്ന വെയിലിലും തണൽ നൽകുന്ന മരങ്ങളാണ് പ്രദേശത്തിന്റെ പ്രത്യേകത. 100 മീറ്റർ റോഡിന്റെ ഇരുവശങ്ങളിലും തണൽ മരങ്ങൾ പടർന്നു നിൽക്കുകയാണ്. അമൃത് പദ്ധതി ഫണ്ടിൽ നിന്നും നഗരസഭയിൽ നിന്നും തുക വകയിരുത്തിയാണ് ഇവിടെ തണലിടം മിനി പാർക്ക് ഒരുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതെന്ന് നഗരസഭാ കൗൺസിലർ സോണിയ ജി പറഞ്ഞു. കട്ടപ്പന നിവാസികളുടെയും കട്ടപ്പന നഗരസഭയുടെയും സ്വപ്ന പദ്ധതിയായ തണലിടം പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. കട്ടപ്പന നഗരത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് കട്ടപ്പന പള്ളിക്കവല നേതാജി ബൈപ്പാസ് റോഡിലുള്ള മുനിസിപ്പൽ ആസ്തിയിലുള്ള സ്ഥലത്ത് റോഡിൻ്റെ വശങ്ങളിലായിട്ട് നഗരസഭ വിഭാവനം ചെയ്തിരിക്കുന്ന തണലിടം പദ്ധതി എന്നത്. നമുക്കറിയാം, ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം കട്ടപ്പന നഗരത്തിൽ മറ്റൊന്നില്ല. ഇത്രയേറെ മരങ്ങളും ശീതളമായ കാലാവസ്ഥയും കൊണ്ടുമൊക്കെ അനുഗ്രഹീതമായ അനേകര് ഇവിടെ വിശ്രമത്തിനും ഒക്കെയായിട്ട് കടന്നു വരുന്ന ഒരു ഇടമാണ്. കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റിൽ വകയിരുത്തിയ 15 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചിരിക്കുന്നു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ലഭ്യമായിരിക്കുന്ന 37 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2ാം ഘട്ടമായിട്ട് ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഇരിപ്പിടങ്ങളും പുൽമേടും ഒപ്പം ചാരുബെഞ്ചുകളും അതേപോലെ കുട്ടികൾക്കായുള്ള റൈഡുകൾ, വലിയവർക്കുള്ള എക്സസൈസ് മെഷീനുകൾ ഒക്കെ ഇവിടെ ക്രമീകരിക്കുന്നുണ്ട്. ഫ്രീ വൈഫൈ സംവിധാനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ സ്വപ്ന പദ്ധതി എത്രയും വേഗം നാടിന് സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ ഊർജിതമായ പ്രവർത്തനങ്ങളിലാണ് കട്ടപ്പന നഗരസഭ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് പൂർത്തിയാകുന്നതോടെ കട്ടപ്പന നഗരത്തിന് പുതിയൊരു ഉണർവും പുതിയ ഒരു പാർക്കും ഒക്കെ ലഭ്യമാകുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് കടന്നു വരുന്നത്. നിലവിൽ ഇരുവശവുമുള്ള ചതുപ്പ് പ്രദേശത്തിനും റോഡിനും അരികിലുള്ള കല്ലുകെട്ടാണ് നടക്കുന്നത്. റോഡരികിലെ മരങ്ങൾ നശിപ്പിക്കാതെ കല്ലുകെട്ടി സംരക്ഷിച്ച ചാരുബെഞ്ചുകൾ, പൂച്ചെടികൾ, സോളാർ ലൈറ്റ്, ക്യാമറ, കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ, ഫ്രീ വൈഫൈ, ഓപ്പൺ ജിം, കഫറ്റീരിയ എന്നിവയാണ് തണലിടത്തിൽ ഒരുക്കുക. പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം. കേന്ദ്ര സർക്കാരിന്റെ അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 37 ലക്ഷം രൂപയും നഗരസഭയുടെ 15 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് തണലിടം പദ്ധതി പൂർത്തിയാക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ കട്ടപ്പന നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് പൂവണിയുക. വായനക്കാരെ കീഴടക്കിയ കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി സാഹിത്യ സദസ്സ് നെടുങ്കണ്ടത്ത് നടന്നു. ആദ്യ പുസ്തകത്തിലൂടെ മലയാള സാഹിത്യ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരൻ ബാബു എബ്രഹാം എഴുത്തിന്റെ വഴിയിലെ അനുഭവങ്ങൾ പങ്കുവച്ചു. നെടുങ്കണ്ടം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് സാഹിത്യ സദസ്സും പുസ്തക ചർച്ചയും നടന്നത്. എഴുത്തുകാരൻ ബാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സ്നേഹിക്കുന്നവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും ഒത്തിരിയേറെ കെട്ടുപിണഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് വളരെ സ്വാർത്ഥമായിട്ട് നമ്മളുടെ സ്വപ്നങ്ങളെ മാത്രം തേടി പോകാൻ സാധിക്കില്ല. ചിലപ്പോൾ എല്ലാവരെയും ഉപേക്ഷിച്ച് സ്വന്തം സ്വപ്നങ്ങളെ തേടി നമ്മൾ പോയാൽ എല്ലാം തേടി മടങ്ങി വരുമ്പോൾ സ്നേഹിച്ചവരെല്ലാം ഓരോ കോടിലൂടെ മരിച്ചു ജീവിക്കുന്നവരായിട്ടുണ്ടാവും. ലൈബ്രറി പ്രസിഡന്റ് ടോം ലൂക്കോസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സാഹിത്യ സദസ്സിൽ കെ സുരേഷ് കുമാർ വിഷയാവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുകേഷ് മോഹനൻ സാഹിത്യകാരനെ ആദരിച്ചു. ഈരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് വി പി നാസർ, കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ, അഡ്വക്കേറ്റ് കെ പി രാധാകൃഷ്ണൻ, ഡോക്ടർ രാജമ്മ പ്രസാദ്, പി കെ സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ചക്കുവെള്ളം ഗ്രാമപഞ്ചായത്തിൽ ഞായറാഴ്ച നടക്കുന്ന മഴക്കാലപൂർവ്വ മെഗാ ക്ലീനിങ്ങിന് മുന്നോടിയായി വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ച് ആലോചനാ യോഗം നടന്നു. ചക്കുവെള്ളം ഗ്രാമപഞ്ചായത്തിന്റെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജിമോൾ ഷിബി ഉദ്ഘാടനം ചെയ്തു. ചക്കുവെള്ളം ഗ്രാമപഞ്ചായത്തിനെ പകർച്ചവ്യാധിരഹിത പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യമിട്ട് മെയ് 24-ന് നടക്കുന്ന മഴക്കാലപൂർവ്വ മെഗാ ക്ലീനിങ്ങിന് മുന്നോടിയായാണ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ആലോചനാ യോഗം ചേർന്നത്. ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, അങ്കണവാടി വർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പൊതുപ്രവർത്തകർ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മെയ് 24-ന് പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും മെഗാ ക്ലീനിങ്ങും ജലശുദ്ധീകരണവും നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജിമോൾ ഷിബി പറഞ്ഞു. നമ്മുടെ കേരള സർക്കാർ വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ് ശുചിത്വ കേരളം എന്നുള്ളത്. കാരണം നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയാകുന്നതോടും നമ്മുടെ വീടുകൾ വൃത്തിയാവുന്നു, അതോടൊപ്പം തന്നെ ചുറ്റുപാടുകൾ വൃത്തിയാവുന്നു, സമൂഹം വൃത്തിയാവുന്നു, നമ്മുടെ നാട് വൃത്തിയാവുന്നു. അതൊരു പഞ്ചായത്തല്ല, കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും
ഒരു ശുചിത്വ കേരളത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എല്ലാ വർഷവും നമ്മുടെ ശുചിത്വം എന്ന ഇതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ പരിസരം മുഴുവൻ വൃത്തിയാക്കാനായിട്ട് ഒരു മെഗാ ക്യാമ്പയിനായിട്ട് നമ്മളിന്ന് ഇവിടെ നടത്തുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ മാത്തുക്കുട്ടി ശുചീകരണത്തെക്കുറിച്ചും മഴക്കാല രോഗങ്ങളെക്കുറിച്ചും ക്ലാസ് നയിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി റോയി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അപ്പുകുട്ടൻ PK, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ രജനി MR, ബിന്ദു MR, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴ പെയ്യുമ്പോൾ രാജാക്കാട് ടൗണിൽ രൂപപ്പെട്ടിരുന്ന രൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. ഓടകളും അടഞ്ഞുകിടന്ന കലുങ്കുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ വൃത്തിയാക്കി തുടങ്ങി. വ്യാപാരികളുടെയും കാൽനട യാത്രക്കാരുടെയും നിരന്തരമായ പരാതിക്കൊടുവിലാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടൽ. ഇനി മലയോരത്ത് കനത്തു പെയ്യുന്ന മഴയിലും രാജാക്കാട് ടൗൺ മുങ്ങിപ്പോകില്ലെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ വ്യാപാരികളും ജനങ്ങളും. മഴക്കാലമായാൽ രാജാക്കാട് ടൗൺ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നിനാണ് ഇപ്പോൾ താൽക്കാലിക പരിഹാരമാകുന്നത്. നേരിയ മഴ പെയ്താൽ പോലും ടൗണിൽ മലവെള്ളപ്പാച്ചിലിന് സമാനമായി വെള്ളക്കെട്ടായിരുന്നു പതിവ്. ഇത് കാൽനട യാത്രക്കാരെയും കച്ചവടക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കിയിരുന്നു. വിവിധ മേഖലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന മഴവെള്ളമാണ് രാജാക്കാട് ടൗണിനെ വെള്ളത്തിൽ ആഴ്ത്തിയിരുന്നത്. രാജാക്കാട് NRCT റോഡിലെ കലിങ്കുകൾ പൂർണ്ണമായി അടഞ്ഞുപോയത് പ്രതിസന്ധി ഇരട്ടിയാക്കി. ഇവിടെ നിന്നുള്ള വെള്ളം കൃത്യമായി ഒഴുകിപ്പോകാൻ ഇടമില്ലാതെ ടൗണിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഈ പരാതികൾക്കൊടുവിലാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടലുണ്ടായത്. മഴക്കാല ശുചീകരണ പ്രവർത്തനവുമായിട്ട് രാജാക്കാട് പഞ്ചായത്തിന്റെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി PWD ബന്ധപ്പെട്ട് PWD ഇവിടെ വന്ന് സ്ഥലം സന്ദർശിക്കുകയും PWD ഓവർസിയറുടെ സാന്നിധ്യത്തിൽ തന്നെ ഓട കലിങ്ക് തെളിച്ചുവിടാനുള്ള സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഏതായാലും എല്ലാവരും എല്ലാ ഭാഗത്ത് വരുമ്പോഴും എല്ലാ ജനങ്ങളും അതിന് സഹകരിക്കണം. ഇപ്പോൾ ടൗൺ ആണെങ്കിലും നമുക്കറിയാം വെള്ളത്തിന്റെ ശല്യം കൂടുതലായിരുന്നു. അതൊന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കടക്കാരും അതിനെല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. കാലവർഷം കനക്കുന്നതിന് മുമ്പ് തന്നെ ഓടകളിലെ മണ്ണും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ കഴിഞ്ഞത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ടൗണിലെ ഓടകൾ ശാശ്വതമായി സംരക്ഷിക്കാൻ കൂടുതൽ കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം വേണമെന്ന ആവശ്യവും ശക്തമാണ്. പഞ്ചായത്ത് ഭരണസമിതിയുടെ സമയബന്ധിതമായ ഇടപെടൽ രാജാക്കാട് ടൗണിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. വരാനിരിക്കുന്ന മഴക്കാലത്തെ ഭയമില്ലാതെ നേരിടാൻ രാജാക്കാട് ടൗൺ ഇപ്പോൾ സജ്ജമായി കഴിഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്കുവള്ളം അണക്കര യൂണിറ്റ് വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും നിർമ്മിക്കുന്ന സ്നേഹഭവന നിർമ്മാണത്തിന്റെ ഭാഗമായി പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിർമ്മിക്കുന്ന സ്നേഹഭവനത്തിന്റെ തറക്കല്ലിടിയിലും നടന്നു. വ്യാപാര ഭവനിൽ നടന്ന വാർഷികാഘോഷ പരിപാടികൾ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അണക്കര യൂണിറ്റ് വാർഷിക പൊതുയോഗത്തോടൊപ്പം പീരുമേട് നിയോജക മണ്ഡലത്തിലെ സ്നേഹഭവന നിർമ്മാണത്തിന്റെ തറക്കല്ലിടിയിലും കാരുണ്യം കുടുംബസുരക്ഷാ നിധിയുടെ 42ാമത് വിതരണവുമാണ് നടന്നത്. 6.5 ലക്ഷം രൂപയാണ് യൂണിറ്റിലെ മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിന് സുരക്ഷാ നിധിയുടെ ഭാഗമായി നൽകിയത്. അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായ വിതരണവും നടന്നു. വാർഷിക പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. 12 ലക്ഷത്തിൽ നിന്നും 1.5 കോടിയായി അതിന്റെ രജിസ്ട്രേഷന്റെ പരിധി ഉയർത്തിയതുകൊണ്ട് വ്യാപാര മേഖലയിൽ ഒത്തിരി നേട്ടമുണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ എമ്പാടും മാത്രമല്ല ഇന്ത്യയിൽ ഉണ്ടാകുന്ന നിയമമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ 12 ലക്ഷം രൂപ താഴെ ടേണോവറുള്ള ആൾക്കാർ കുറവാണ്. ഒരു വില ന്യായമായി നടന്നു പോകണമെങ്കിൽ വർഷത്തിൽ അതിന് മുകളിൽ ടേണോവർ വരും. അപ്പൊ നമ്മൾ നേരത്തെ എല്ലാവരും ഞങ്ങൾ പറഞ്ഞു രജിസ്ട്രേഷൻ ഉണ്ടാവും, ആരും ലൈസൻസ് എടുക്കേണ്ടത് തുടങ്ങിയ സമയത്ത് പറഞ്ഞു, 2012 പറഞ്ഞു. അപ്പോ എല്ലാവർക്കും രജിസ്ട്രേഷൻ കൊടുത്തു. രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി നമ്മൾ അവരെ പറ്റിക്കുന്നുണ്ട്. വമ്പന്മാരും രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളൂ, ലൈസൻസ് എടുത്തിട്ടില്ല. അവർ കടകളിൽ പരിശോധനയ്ക്ക് പോയി. പരിശോധന കഴിഞ്ഞ് വലിയ കടയാണ് 12 ലക്ഷം രൂപയിൽ കൂടുതൽ കിണറുണ്ടെന്ന് തോന്നിയാൽ അവർക്ക് എല്ലാം നോട്ടീസ് അയച്ചു. എത്രയും വേഗം ഇത് ലൈസൻസ് ആക്കി മാറ്റിക്കൊള്ളു. 3 ആഴ്ചത്തെ കാലാവധി, 1 മാസത്തെ കാലാവധി ഒന്നുകൊള്ളു. ആ സമയത്തിനുള്ളിൽ അത് ലൈസൻസ് ആയി മാറ്റാത്ത ആളുകൾക്ക് 9,000 രൂപ മുതൽ 25,000 രൂപ വരെ പെനാൽറ്റി ഈടാക്കിയത് 36 പേര് ഇടുക്കി ജില്ലയിൽ തന്നെയുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോജു കുരുവിള റിപ്പോർട്ടും ട്രഷറർ അരവിന്ദാക്ഷൻ ചെട്ടിയാർ കണക്കും അവതരിപ്പിച്ചു. യൂണിയൻ കൗൺസിൽ അംഗം രാജചന്ദ്രൻ നീറനാക്കുന്നിൽ, സാബൂസ് കറിയ, ജെയ്സ് കാവുങ്കൽ, സാംകുട്ടി മാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ജെയിംസ് മുള്ളൂരിനെ പ്രസിഡന്റായും ജോജു കുരുവിളിയെ ജനറൽ സെക്രട്ടറിയായും അരവിന്ദാക്ഷൻ ചെട്ടിയാരെ
ട്രഷററായും തെരഞ്ഞെടുത്തു. കൂടാതെ 29 അംഗ ഭരണസമിതിക്കും രൂപം നൽകി. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തും വാത്തിക്കുടി കുടുംബാരോഗ്യ കേന്ദ്രവും ഇടുക്കി മെഡിക്കൽ കോളേജിലെ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗവും സംയുക്തമായി മുരിക്കാശ്ശേരിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപം പഞ്ചായത്ത് കെട്ടിടത്തിൽ വെച്ച് നടത്തിയ ക്യാമ്പ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സൗജന്യ നേത്രപരിശോധനയും ജീവിതശൈലി രോഗപരിശോധനയുമാണ് നടത്തിയത്. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രമേഹ രോഗികൾ, രക്തസമ്മർദ്ദ രോഗികൾ എന്നിവരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രോഗം നമ്മളെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും മുന്നോടിയാണോ? ഇപ്പോൾ പറഞ്ഞതുപോലെ ഷുഗർ കൂടുമ്പോൾ നമ്മുടെ ഞരമ്പുകൾ വീക്കാകുകയും അതിൻ്റെ പേരിൽ രോഗം ഉണ്ടാകുകയും അത് പൂർണ്ണമായി അന്ധതയിലേക്കൊക്കെ നമ്മൾ നയിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം ആളുകളിൽ സൃഷ്ടിക്കുക എന്നുള്ളത് കൂടി ഈ പരിശോധനയോടൊപ്പം നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഈ അന്ധത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെ ആദ്യമേ തന്നെ നമ്മൾ തടയുക. അതിനാവശ്യമായ ചികിത്സകൾ, അതുപോലെ തന്നെ സർജറി ആണെങ്കിൽ അത് ആ നിലയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യം പൂർണ്ണമായും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയെല്ലാം ക്യാമ്പുകളും പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണിനുണ്ടാകുന്ന തിമിരം, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ എന്നിവയുടെ പരിശോധനയാണ് പ്രധാനമായും നടത്തിയത്. ഇതിൽ ഓപ്പറേഷൻ വേണ്ടിവരുന്നവർക്ക് സൗജന്യമായി അതിനുവേണ്ട സൗകര്യവും ലഭ്യമാക്കിയിരുന്നു. കൂടാതെ പ്രമേഹം, രക്തസമ്മർദ്ദം എന്നീ ജീവിതശൈലി രോഗികൾക്ക് സൗജന്യമായി മരുന്ന് നൽകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. കണ്ണുകളെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ മീര മാത്യു വിശദീകരിച്ചു. വാത്തിക്കുടി FHC ഡോക്ടർ നിതിൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവസുധൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജ KC, നഴ്സുമാരായ തസ്നി, ഗിൻഡു, ആശാ വർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജാക്കാട് ലയൺസ് ക്ലബിന്റെയും രാജാക്കാട് മെഡിക്കൽ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 24-ന് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കും. മേഖലയിൽ പാമ്പുകടി ഏൽക്കുന്ന സംഭവങ്ങൾ കൂടുന്ന പശ്ചാത്തലത്തിൽ സർപ്പ ജില്ലാ ഫെസിലിറ്റേറ്റർ TB മനോജ് ബോധവൽക്കരണ ക്ലാസ് നയിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. രാജാക്കാട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ജനങ്ങൾക്ക് വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങൾ തൊട്ടരികിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 24-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടക്കുക. ലയൺസ് ക്ലബ്ബും രാജാക്കാട് മെഡിക്കൽ സെന്ററും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. രാജാക്കാട് മേഖലയിൽ സേവന രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന രാജാക്കാട് ലയൺസ് ക്ലബ്ബും രാജാക്കാട് മെഡിക്കൽ സെൻ്ററും സംയുക്തമായി ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. മെയ് 24 ഞായർ രാവിലെ 9 മണി മുതൽ 4 മണി വരെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 8ഓളം പ്രമുഖ വിഭാഗങ്ങളിലെ പ്രശസ്തരായ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിക്കും. ഗൈനക്കോളജി, ജനറൽ മെഡിസിൻ, ശിശുരോഗ വിഭാഗം, ശ്വാസകോശ രോഗങ്ങൾക്കുള്ള പൾമനോളജി, ENT, അസ്ഥിരോഗ വിഭാഗം, പ്രമേഹം, ജനറൽ സർജറി എന്നീ വിഭാഗങ്ങളിലെ പരിശോധന പൂർണ്ണമായും സൗജന്യമായിരിക്കും. പരിശോധനയ്ക്ക് ശേഷം ആവശ്യക്കാർക്ക് മരുന്നുകളും സൗജന്യമായി നൽകും. തുടർ ചികിത്സ ആവശ്യമായി വരുന്ന നിർധനരായ രോഗികൾക്ക് പ്രത്യേക ചികിത്സാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മേജറായിട്ട് ഉണ്ടായിരിക്കുന്നത് 8 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഡോക്ടർ സത്യബാബു സാറിൻ്റെ ലീഡർഷിപ്പിലുള്ള ഗൈനക്കോളജി, പീഡിയാട്രി, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ENT, ഡയബറ്റോളജി, പീഡിയാട്രി എന്നീ 8 വിഭാഗത്തിൽ നിന്ന് 10ഓളം ഡോക്ടേഴ്സിൻ്റെ സേവനം ഈ ഞായറാഴ്ച ഉണ്ടായിരിക്കുന്നതാണ്. ക്ലബ് പ്രസിഡന്റ് ജെയിൻ കുര്യാക്കോസ്, മെഡിക്കൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ വിജയ് ജയകുമാർ, അഡ്മിനിസ്ട്രേറ്റർ ജോയൽ V ഷാജു, ട്രഷറർ A ഹംസ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുക. കാഞ്ഞിരപ്പള്ളി രൂപത സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മുണ്ടിയിരുമ അസംഷൻ ഫെറോന ദേവാലയ ഇടവക ദിനാഘോഷം നടന്നു. കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഡോക്ടർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ഇടവകപ്പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകിയതിനു ശേഷമാണ് വികാരി ജനറൽ തിരിതെളിയിച്ച് ജൂബിലി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അടുത്ത 1 വർഷം കുടുംബ കൂട്ടായ്മകളിൽ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള ജൂബിലി തിരികൾ ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേൽ കുടുംബ കൂട്ടായ്മ ലീഡർമാർക്ക് കൈമാറി. ജൂബിലി ബോർഡിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇടവകതല ജൂബിലി ആഘോഷ കമ്മിറ്റി കോർഡിനേറ്റർ സിസ്റ്റർ ജീന തെരേസ് SH നിർവഹിച്ചു. ഇടവകയുടെ 2026-27 സാമ്പത്തിക വർഷത്തിലെ കൈക്കാരന്മാരായി വിനോജി പുള്ളോലിൽ, ഫ്രാൻസിസ് പുളിക്കൽ, ടോണി തെക്കേക്കൂറ്റ് എന്നിവരെ തിരഞ്ഞെടുത്തു. തുടർന്ന് ഓഡിറ്റോറിയത്തിൽ നടന്ന ഇടവക ദിനാഘോഷം കുട്ടിക്കാനം മരിയൻ കോളേജ് അഡ്മിനിസ്ട്രേറ്ററും ഇടവകയുടെ മുൻ വികാരിയുമായ ഫാദർ തോമസ് ഞള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു.
മാതൃവേദി, പിതൃവേദി, SMYM യുവദീപ്തി, മിഷൻ ലീഗ്, സൺഡേ സ്കൂൾ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കഴിഞ്ഞ വർഷം ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച ഇടവകയിലെ അംഗങ്ങൾക്കുള്ള പ്രത്യേക ആദരവ് കാഞ്ഞിരപ്പള്ളി രൂപത ജനറൽ ഡോക്ടർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേൽ കൈമാറി. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. കട്ടപ്പന ഫെസ്റ്റ് 2K26 വേദിയെ ആഘോഷ കൊടുമുടിയിലെത്തിച്ച സിനിമാ താരവും സോഷ്യൽ മീഡിയ താരവുമായ ഫുക്രു. ഫെസ്റ്റ് നഗരിയിൽ നടന്ന ഫോം പാർട്ടിയും DJ നൈറ്റും ആയിരങ്ങളായ ജനങ്ങളെ ആവേശത്തിലാഴ്ത്തി. സംഗീതവും ലൈറ്റിംഗും ഫോമും ഒന്നിച്ചപ്പോൾ കട്ടപ്പന മുനിസിപ്പൽ ഗ്രൗണ്ട് ഉത്സവലഹരിയിൽ ആറാടി. യുവാക്കളും കുടുംബങ്ങളും ഒരുപോലെ ആവേശത്തോടെ പരിപാടി ആസ്വദിച്ചു. DJയുടെ തകർപ്പൻ മ്യൂസിക്കും ഫോമിന്റെ നുരയും ചേർന്നപ്പോൾ കാണികൾ മുഴുവൻ നൃത്തച്ചുവടുകളുടെ ആഘോഷത്തിൽ പങ്കുചേർന്നു. കട്ടപ്പന ഫെസ്റ്റ് ഫുക്രു തൂക്കിയെന്നായിരുന്നു പങ്കെടുത്തവരുടെ പ്രതികരണം. അടിപൊളി പരിപാടിയായിരുന്നു. കട്ടപ്പന ഫെസ്റ്റ് കിഡിലാണ്. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുക. ഫുക്രും പരിപാടിയായി വന്ന് DJ ഒക്കെ കിഡിലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ട്. എല്ലാവരും കട്ടപ്പന ഫെസ്റ്റിൽ വന്ന് നോക്കുക. പൊളിയാണ്. അപ്പം എല്ലാവരും അടുത്ത ദിവസങ്ങളിൽ തന്നെ വരിക. കട്ടപ്പന ഫെസ്റ്റിൽ പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ജനപങ്കാളിത്തം തന്നെ അതിശയിപ്പിച്ചെന്നും ഫുക്രു പ്രതികരിച്ചു. കട്ടപ്പന ഫെസ്റ്റ് അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ക്രൗഡും അടിപൊളിയായിരുന്നു. അവർ തന്ന സപ്പോർട്ടും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ വന്ന് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. കലാകാരനായ എനിക്ക് ഭയങ്കര പ്രതിസന്ധിയായിരുന്നു. ഞാൻ ഇനി ഇവിടെ വന്നിട്ട് ആ സ്റ്റേജിൽ ആളില്ലാതാവുമോ, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പ്ലേ ചെയ്യേണ്ടി വരുമോ, എനിക്ക് ഭയങ്കര ആ ഒരു കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ അതെല്ലാം കംപ്ലീറ്റ്ലി മാറി. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നതൊന്നുമല്ല. ഇതിനകത്ത് വന്ന് കയറി കാണുക. ഇത് നമ്മൾ നെഗറ്റീവും കേട്ട് വെളിയിക്കേണ്ട ഒരാവശ്യമില്ല. അകത്ത് കയറുക, എൻജോയ് ചെയ്യുക, പൊളിക്കുക, പോവുക. കട്ടപ്പന ഫെസ്റ്റ് 2K26 ഇതിനോടകം തന്നെ ഹൈറേഞ്ചിന്റെ ആഘോഷ വേദികളിലൊന്നായി മാറിക്കഴിഞ്ഞു. ഫെസ്റ്റിലെ ലൈവ് ബേർഡ് ഷോ, വിസ്മയിപ്പിക്കുന്ന മെർമെയ്ഡ് ഷോ, നിറപ്പകിട്ടാർന്ന ഫ്ലവർ ഷോ, വൈവിധ്യമാർന്ന കൺസ്യൂമർ സ്റ്റാളുകൾ, ലൈവ് ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് റൈഡുകൾ എന്നിവ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും വലിയ ആകർഷണമായി തുടരുകയാണ്. ദിവസേന സംഘടിപ്പിക്കുന്ന കലാപരിപാടികളും സംഗീത വിരുന്നുകളും ഫെസ്റ്റിനെ കൂടുതൽ ജനശ്രദ്ധേയമാക്കുന്നുണ്ട്. മെയ് 28 വരെ തുടരുന്ന ഫെസ്റ്റിലേക്ക് കൂടുതൽ ജനപങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. കാലവർഷം എത്തും മുമ്പേ ഇടുക്കിയിൽ അപകട ഭീഷണി ഉയർത്തി ഉണക്കമരങ്ങൾ. അടിമാലിക്കുമളി ദേശീയപാതയിൽ ചെറുതോണിയിലും വെള്ളക്കയത്തുമായി നിൽക്കുന്ന ഉണക്കമരങ്ങളാണ് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ഭീഷണിയാകുന്നത്. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റണമെന്ന ജില്ലാ കളക്ടറുടെ കർശന നിർദ്ദേശം വെറും കടലാസിൽ ഒതുങ്ങുമ്പോൾ ദുരന്തം കാത്തുനിൽക്കുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. അടിമാലിക്കുമളി ദേശീയപാതയിൽ ചെറുതോണി പാപ്പൻസ് ഹോട്ടലിന് എതിർവശത്തായി നിൽക്കുന്ന ഈ വൻമരമാണ് ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലുള്ളത്. താഴെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വാഹനങ്ങളുടെ പാർക്കിങ്ങുമുണ്ട്. ഇതിനെല്ലാം പുറമെ KECBയുടെ 2 ട്രാൻസ്ഫോമറുകളും 11 kV ലൈനും 3 ഫേസ് ലൈനും ഈ മരത്തിന് തൊട്ടു താഴെക്കൂടിയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ വേനൽ മഴയിലും കാറ്റിലും മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ വൈദ്യുതി ലൈനിൽ തട്ടി തീപിടുത്തമുണ്ടായിരുന്നു. ചെറിയ കാറ്റടിച്ചാൽ പോലും ഉണങ്ങിയ ചില്ലകൾ ഒടിഞ്ഞ് താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീഴുന്നത് പതിവായിരിക്കുകയാണ്. കാലവർഷം ഇങ്ങ് എത്താൻ വേണ്ടി ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഉരുളുപൊട്ട്, അതുപോലെ മരം വീണ് ആൾക്കാർ മരിക്കുക എന്നുള്ള സാഹചര്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ജില്ലയാണ് ഇടുക്കി. ഇടുക്കി ജില്ലയിൽ ദേശീയപാതയുടെ പാതയോരങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ, വളരെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ, അതുപോലെ ട്രാൻസ്ഫോമറിന്റെ സൈഡിൽ ഇരിക്കുന്ന മരങ്ങൾ, ജനങ്ങൾ കൂടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ, ആ മരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അധികാരികൾ അപകടകരമായി നിൽക്കുന്ന ഈ മരങ്ങൾ മുറിച്ചു മാറ്റി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണം എന്ന് മാത്രം ആണ് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. സമാനമാണ് വെള്ളക്കയത്തെയും അവസ്ഥ. ഇവിടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഉണക്കമരത്തിന് സമീപം വൈദ്യുതി ലൈൻ ഉൾപ്പെടെ കടന്നു പോകുന്നുണ്ട്. ഒടിഞ്ഞു വീഴുന്ന ചില്ലകൾ വീടിന്റെ മേൽക്കൂര തകർക്കുന്നതിനൊപ്പം ഓടുകൾ പൊട്ടുന്നതിനും കാരണമാകുന്നതായി വീട്ടുകാർ പറയുന്നു. ഉണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായതാണത്. പഞ്ചായത്തിൽ പരാതി കൊടുത്തു, ബോർഡുകാരോട് ടച്ച് പെട്ടുന്ന കാര്യം പറഞ്ഞു.
പിന്നെ കളക്ടർ ഓർഡർ ഉള്ളതാണെന്ന് തോന്നുന്നത് മഴയ്ക്ക് മുമ്പ് അപകടകരമായ മരങ്ങളെല്ലാം വെട്ടണം എന്നുള്ളത്. അതൊന്നും ചെയ്യത്തില്ല. ഇനി എന്തെങ്കിലും വലിയ അപകടങ്ങൾ വന്നിട്ട് ചെയ്യുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും എൻ്റെ പേരുടെ കമ്പൊടിഞ്ഞ് വീണിട്ട് ഓടെല്ലാം പോയി. പഞ്ചായത്തിൽ 2-3 പ്രാവശ്യം പറഞ്ഞു. ഇപ്പം നമ്മളിപ്പോൾ എന്നാ ചെയ്യാനാണ്? KECB, പഞ്ചായത്ത്, റവന്യൂ, പൊതുമരാമത്ത് വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ദിവസവും ഇതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിലും ഈ അപകടം ആരുടെയും കണ്ണിൽപ്പെടുന്നില്ല. പ്രഖ്യാപനങ്ങളിലും കടലാസുകളിലും മാത്രം ഒതുങ്ങുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ പൊള്ളത്തരമാണ് ഇവിടെ തുറന്നുകാട്ടപ്പെടുന്നത്. കളക്ടറുടെ നിർദ്ദേശം പോലും കാറ്റിൽ പറത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളുടെ ജീവനിൽ ഒരു വിലയുമില്ലെന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 215. വിൽപ്പനയ്ക്ക് വന്നത് 51,998. വിൽപ്പന നടന്നത് 48,339. കൂടിയ വില 3,302. ശരാശരി വില 2,437. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 700 രൂപ. ഏലം കൂടിയ വില 2,500. ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 350. ഗ്രാമ്പൂ 900. കൊക്കോ 90. റബ്ബർ 240. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 14,620 രൂപ. വെള്ളി 295. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HSCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സംഭവം മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വീണ്ടും തിരിച്ചടിയാകുമോ എന്ന് ആശങ്ക. കഴിഞ്ഞ ദിവസം ആക്രമണത്തിനിരയായത് തിരുവനന്തപുരം വർക്കലയിൽ നിന്നെത്തിയ സംഘം. അതിക്രമത്തിൽ കലാശിച്ചത് റോഡിൽ ബസ് നിർത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം. കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയം തുച്ഛമായ വാടകയ്ക്ക് ഫെസ്റ്റിനായി വിട്ടുനൽകിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്ത സാഹചര്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് LDF കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി. പ്രദർശനത്തിനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൗൺസിലിന്റെ അനുമതിയില്ലാതെ ഫെസ്റ്റിന് സ്റ്റേഡിയം വിട്ടുനൽകിയെന്ന LDF ആരോപണം ശരിവെക്കുന്നതാണ് വിജിലൻസ് അന്വേഷണ ശുപാർശയെന്നും നേതാക്കൾ. അതേസമയം ഫെസ്റ്റിന് ഗ്രൗണ്ട് അനുവദിച്ചത് ക്രമവിരുദ്ധമായിട്ടാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി. കാമാക്ഷിയിൽ ലോറിയിൽ തടി കയറ്റുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ യുവാവ് മരിച്ചു. മരിച്ചത് തങ്കമണി തമ്പുരാൻകുന്ന് സ്വദേശി കോശിക്കുഴിയിൽ ഷൈജു. മറയൂരിൽ ട്രാവലർ മറിഞ്ഞ് അപകടം. അപകടത്തിൽപ്പെട്ടത് വിനോദസഞ്ചാരികളായ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം. മുണ്ടക്കയം ഇടച്ചൂറ്റിയിൽ ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.